ഇന്ത്യയിലെത്തിയ ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് ഒരു സന്യാസിയെ കണ്ടുമുട്ടി. ആ സന്യാസിയുടെ കൂടെ ആ ടൂറിസ്റ്റ് സന്യാസിയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയ ടൂറിസ്റ്റ് ആശ്ചര്യപ്പെട്ടു പോയി. നല്ല വൃത്തിയുള്ള ചെറിയ ഒരു വീട്. എന്നാൽ ആ വീട്ടിൽ ഒരു ഫർണിച്ചർ പോലും ഇല്ലായിരുന്നു. ടൂറിസ്റ്റ് സന്യാസിയോട് ചോദിച്ചു, ഈ വീട്ടിലെന്താ ഒരു ഫർണിച്ചർ പോലും ഇല്ലാത്തത്? ഇത് കേട്ട സന്യാസി ചിരിച്ചുകൊണ്ട് ടൂറിസ്റ്റിനോട് ഒരു മറു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ എന്താ ഒരു ഫർണിച്ചർ പോലും ഇല്ലാത്തത്? ഓ അതോ, അതിന് ഞാനിവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ലല്ലോ, ഞാനൊരു യാത്രികനല്ലേ? ടൂറിസ്റ്റ് മറുപടി പറഞ്ഞു. ആ, ഞാനും ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ല, ഞാനും ഒരു യാത്രികനാണ്. സന്യാസിയും മറുപടി പറഞ്ഞു. അമേരിക്കൻ ടൂറിസ്റ്റിന് കാര്യം മനസ്സിലായി. നാമും ഒരു യാത്രികരാണ്. നമ്മുടെ വീട് ഇവിടെയല്ല. നാം ഈ ലോകത്തിൽ കുറച്ചു കാലം മാത്രം ജീവിക്കുവാൻ വന്നവരാണ്. ആ സമയത്തിനിടയിൽ മനുഷ്യർക്കുള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, വഴക്കുകൾ, എല്ലാം എനിക്ക് വേണമെന്നുള്ള സ്വാർത്ഥത, സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കം, അയൽക്കാരുമായുള്ള വഴക്ക്, പണത്തോടുള്ള അത്യാഗ്രഹം, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പോലും സമയമില്ലാതെ ഒരു യന്ത്രത്തെ പോലെയുള്ള ജീവിതം. നമ്മുടെ ബലഹീനമായ ശരീരത്തെ നാം എത്രനാൾ സ്നേഹിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയും ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും ഇല്ലാതാക്കി മരണശേഷമുള്ള ജീവിതത്തിലും ഒന്നുമില്ലാതാക്കുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? നാം ജീവനോടിരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തിൽ നമ്മുടെ ജീവിതം കഴിക്കാം. എപ്പോഴും നമ്മുടെ മുഖത്ത് പുഞ്ചിരി നിറയട്ടെ. നാം ഇനി മുതൽ ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷമായിരിക്കുമോ? ബന്ധങ്ങൾക്ക് വില കൊടുത്ത് അവരെ കൂടുതലായി ശ്രദ്ധിച്ച് നാമും സന്തോഷമായിരുന്ന് മറ്റുള്ളവരെയും സന്തോഷമായി ഇരിക്കുവാൻ സഹായിക്കുമോ?